പരിവാർ രാഷ്ട്രീയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഡൈനാസ്റ്റിക് പോളിറ്റിക്സിൻ്റെ പിന്നാമ്പുറത്തേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചില ആളുകളുടെ കാഴ്ചപ്പാടിൽ രാഷ്ട്രീയത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപരാധം ഡൈനാസ്റ്റിക് പോളിറ്റിക്സ് അല്ലെങ്കിൽ പരിവാർ രാഷ്ട്രീയം, അല്ലെങ്കിൽ ചില കുടുംബങ്ങളിൽ പിറന്നതുകൊണ്ട് ചില വ്യക്തികൾ ന്യായീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ കൈപ്പറ്റുന്നു, അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന അഡ്വാൻറ്റേജസ്. മറ്റെല്ലാം സഹിക്കാം, ഈ ഒരു കാര്യം മാത്രം സഹിച്ചുകൂടാ. കൊലപാതകം സാരമില്ല, വലിയ വർഗീയ ലഹളകൾ സാരമില്ല, ആളുകളെ മുച്ചൂടും കബളിപ്പിക്കുന്നത് സാരമില്ല, കന്നുകാലികളെ ചന്തയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ ജനപ്രതിനിധികളെ വാങ്ങിക്കുന്നതിനകത്ത് കുറ്റമൊന്നുമില്ല. ഇന്ത്യയിലുള്ള ആകെപ്പാടെയുള്ള രാഷ്ട്രീയമായ അനാശാസ്യത ഈ പരിവാർ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ പറ്റിയുള്ള ചില വളരെ ലളിതമായ കാര്യങ്ങൾ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് ഉചിതം തന്നെയാണ്. ആദ്യമായിട്ട് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് പറഞ്ഞ് ഒന്ന് അറിയിക്കാൻ വലിയ പ്രയാസമുണ്ടാകുകയില്ല എന്ന് ഞാൻ കരുതുകയാണ്. അതിൻ്റെ പരിമിതികളെപ്പറ്റി എനിക്ക് നന്നേ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ചിന്താഭാരം എന്നെ പലപ്പോഴും അലട്ടുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഈ പരിവാർ അല്ലെങ്കിൽ ഡൈനാസ്റ്റിക് പോളിറ്റിക്സ് ഒരു പ്രശ്നമാകാൻ ഏക കാരണം രാഹുൽ ഗാന്ധിയാണ്. അല്ലെങ്കിൽ നെഹ്റു ഗാന്ധി കുടുംബമാണ്. ആ ഒരു കുടുംബമില്ലായിരുന്നുവെങ്കിൽ ഭാരത രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊരു ശബ്ദം പോലും നമുക്ക് കേൾക്കുവാൻ ആകുമായിരുന്നില്ല. ഇപ്പോൾ ഭാരതത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു പ്രത്യേകമായ വിശേഷം, എന്ത് ചെയ്തു എന്നുള്ളത് പ്രശ്നമല്ല, ആര് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. ഉദാഹരണമായിട്ട് ഇപ്പോൾ കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ TMCയിലോ അല്ലെങ്കിൽ RJDയിലോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയിലോ അല്ലെങ്കിൽ ശിവസേനയിലോ NCPയിലോ മറ്റേതെങ്കിലും ഇങ്ങനെയുള്ള പാർട്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ലൈംഗികമായ പീഡനത്തിൻ്റെ വീര്യം കാണിച്ചിരുന്നുവെങ്കിൽ അവർ അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും അഴിക്കുള്ളിലാകുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഡൽഹിയിലെ മഹാനായ കുൽഭൂഷൺ ശരൺ സിംഗ് എന്ന് പറയുന്ന BJP നേതാവ്, അദ്ദേഹം ലോക്സഭാ അംഗമാണ് ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ സാരമായ ആരോപണങ്ങൾ, കേട്ടാൽ നമ്മുടെ ഹൃദയം തകർന്നു പോകുന്ന ആരോപണങ്ങൾ, ഒന്നല്ല രണ്ടല്ല 5 സ്ത്രീ ഗുസ്തിക്കാർ, വിമൻ റെസ്ലേഴ്സ് ഉന്നയിച്ചിട്ടും അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയും എടുക്കുവാൻ സർക്കാർ കൂട്ടാക്കിയില്ല. വലിയ സമരത്തിന് ശേഷമാണ് അദ്ദേഹത്തെ റെസ്ലിംഗ് ഫെഡറേഷൻ്റെ ചീഫ് എന്ന നിലയിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്താനായി സ്ത്രീകളെ ഏറ്റവും സ്നേഹിക്കുന്നു, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയെല്ലാം ഒഴിഞ്ഞു വച്ചിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മോദി സർക്കാർ തുനിഞ്ഞത് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യമുള്ള പോലീസ് ഡൽഹിയിലില്ലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കർണാടകയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഭീകരമായ ലൈംഗിക പീഡനത്തിൻ്റെ സംഭവം, പ്രജ്വൽ രേവണ്ണ BJPയോട് രാഷ്ട്രീയ സഖ്യം പുലർത്തുന്ന ഒരു പാർട്ടിയുടെ, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയുടെ കൊച്ചുമകൻ
മുൻ കർണാടക ചീഫ് മിനിസ്റ്ററായ വ്യക്തിയുടെ സഹോദരൻ്റെ പുത്രൻ, അദ്ദേഹത്തിൻ്റെ നെഫ്യൂ, അദ്ദേഹം നടത്തിയ വീരശൂര പരാക്രമങ്ങളെപ്പറ്റി അദ്ദേഹം തന്നെ റെക്കോർഡ് ചെയ്ത വീഡിയോകൾ, ഏതാണ്ട് 2000-ൽ പരം വീഡിയോകൾ 200 സ്ത്രീകളെ പീഡിപ്പിച്ചതായിട്ടുള്ള തെളിവുകളായി ഇപ്പോൾ പ്രചരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പാർട്ടിയുമായി സഖ്യം പിടിക്കുന്നതും ആ വ്യക്തിക്ക് വേണ്ടി വോട്ട് അന്വേഷിച്ച് മോദി കർണാടകയിൽ വരുന്നു. അദ്ദേഹത്തിന് കൊടുക്കുന്ന ഓരോ വോട്ടും നിങ്ങൾ എനിക്ക് തരുന്ന വോട്ടാണെന്ന് അദ്ദേഹം പറയുന്നു. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഭാരതത്തിൽ എന്ത് ചെയ്യുന്നു, ഏത് കുറ്റം ചെയ്യുന്നു എന്നത് പ്രശ്നമല്ല, ആര് ചെയ്യുന്നു എന്നത് മാത്രമാണ് പ്രശ്നം. ഇപ്പോൾ ലല്ലു യാദവ് കുറ്റാരോപിതനായ, അദ്ദേഹത്തിന് കുറ്റം തെളിയിക്കപ്പെട്ട, പലതവണ ശിക്ഷിക്കപ്പെട്ട അങ്ങനെ കഴിയുകയാണ്. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത് 47 ലക്ഷം രൂപ അദ്ദേഹം മോഷ്ടിച്ചതായി പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഭാരത രാഷ്ട്രീയത്തിൽ അഴിമതി നടത്തിയിട്ടുള്ള ഏക വ്യക്തി ലല്ലു പ്രസാദ് യാദവ് മാത്രമാണ്. ഞാൻ ആരുടെയും അഴിമതിയെ ന്യായീകരിക്കാൻ പറയുന്നതല്ല, ഒരു യാഥാർത്ഥ്യത്തെ ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജാർഖണ്ഡിൽ ഒരു കോൺഗ്രസ് മിനിസ്റ്ററുടെ വീട്ടിൽ നിന്ന് 35 കോടി രൂപ പിടിച്ചു, ED പിടിച്ചു. ഒരിക്കലും അഴിമതിക്ക് ഒരു മന്ത്രിയും അധീനപ്പെട്ടുകൂടാ, യാതൊരു സംശയമില്ല. അത് മീഡിയ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് മന്ത്രിയുടെ വീട്ടിൽ നിന്ന് 35 കോടി രൂപ പിടിച്ചു. എന്നാൽ അതിന് ശേഷം വന്ന ന്യൂസ്, മറ്റൊരു സംസ്ഥാനത്തല്ല, ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന്, ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് 6 കോടി രൂപ പിടിച്ചു. പക്ഷേ അത് ആരുടെ കയ്യിൽ നിന്ന് പിടിച്ചു എന്ന് പറയില്ല. ഇന്ന സ്ഥലത്ത് നിന്ന് ഇത്ര കോടി രൂപ പിടിച്ചു. അപ്പോൾ കേട്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കണം, അതിലേ പോയ പോത്തിൻ്റെ പൊക്കണത്തിൽ നിന്നായിരിക്കും ഇത് പിടിച്ചതെന്ന് വേണം നാം വിചാരിക്കാൻ. ആ അഴിമതിക്കാരൻ്റെ പേര് മാധ്യമങ്ങൾ വെളിപ്പെടുത്തുകയില്ല. കാരണം അദ്ദേഹം സംരക്ഷണം അർഹിക്കുന്ന വ്യക്തിയാണ്. ഇതൊക്കെ നമ്മുടെ കൺമുൻപിൽ നടന്നുകൊണ്ടേയിരിക്കുക. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ്, ഈ ഒരു പശ്ചാത്തലത്തിലാണ് നാം ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കേണ്ടത് എന്ന് മാത്രം അല്പം വ്യക്തത വരുത്താനായി ഞാൻ സ്വല്പം ഒന്ന് കാട് കയറി എന്ന് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്. ഇനിയും ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന സ്ത്രീയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായി എന്നതുകൊണ്ട് മാത്രം, മറ്റ് യാതൊരു ഗുണവുമില്ലാതെ, ഗുണവും മണവുമില്ലാത്ത ഒരു വ്യക്തി അദ്ദേഹത്തെ ഗർഭം ധരിച്ച സ്ത്രീയുടെ, അദ്ദേഹത്തിന് ബീജാഭാവം നടത്തിയ ആ മഹാൻ്റെ ആ സ്വാധീനം കൊണ്ട് മാത്രം ഒരു വലിയ സ്ഥാനത്തെത്തി, അല്ലെങ്കിൽ അർഹിക്കാത്ത ഒരു സ്ഥാനം, ഒരു കസേര പിടിച്ചെടുത്തു. ഇതാണ് ഇതിനകത്തെ തത്വം. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇതിന് നെപ്പട്ടിസം എന്നാണ് സാധാരണഗതിയിൽ പറയുന്നത്. അതായത് ബന്ധുക്കളെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട് അവർ അർഹിക്കാത്ത അവസരങ്ങൾ അവർക്ക് നൽകുക. എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ ഭാരതത്തിൽ നെപ്പട്ടിസം അല്ലെങ്കിൽ സ്വജനപക്ഷപാതം നടത്താത്ത എത്ര പേരുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ദൗർഭാഗ്യവശാൽ ഞാൻ ചുമതലകൾ പൊതുരംഗത്ത് കൈകാര്യം ചെയ്യുവാൻ നിർബന്ധിതനായ ഒരു വ്യക്തിയാണ്. 9 വർഷം ഒരു കോളേജിൻ്റെ ചുമതല വഹിച്ച ആളെന്ന നിലയിൽ ഞാൻ ഏറ്റവും അധികം കഷ്ടവും പ്രയാസവും വെറുപ്പും സഹിക്കേണ്ട വന്നതിൻ്റെ കാര്യം, ഞാൻ സ്വജനപക്ഷപാതത്തിൻ്റെ ആ വലിയ മേന്മ പറഞ്ഞ് എന്നെ സമീപിച്ച ആളുകളുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുത്തില്ല. ഞങ്ങൾ ഇവിടെ പഠിച്ചു, ഞങ്ങളുടെ അപ്പനും അപ്പൂപ്പനും ഈ കോളേജിൽ പഠിച്ചു, അതുകൊണ്ട് ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കൊച്ചുമക്കളും ഇവിടെ പഠിക്കണം, അവർക്ക് മാർക്ക് എത്രയോടെന്ന് ചോദിക്കരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള 100 കണക്കിന് മഹാന്മാരുണ്ട്.
അവരാരും ഈ സ്വജനപക്ഷപാതക്കാരല്ല, അവരാരും ഈ ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു രോഗം ബാധിച്ചവരല്ല. ഇപ്പോൾ അമിത്ഷായുടെ മകനായ ജയേഷ, ഞാൻ 1970 മുതൽ ക്രിക്കറ്റ് ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മാച്ച് ഫിക്സിങ്ങിൽ വന്നപ്പോൾ അതിനോട് മനം മടുത്തിട്ട് ഞാൻ ആ വിഷയം വിട്ടതാണ്. ജയേഷയെ പറ്റി ക്രിക്കറ്റ് സംബന്ധമായി ഒരിക്കലും ഏതെങ്കിലും ഒരു ശബ്ദമോ അപശബ്ദമോ ആരും കേട്ടിട്ടില്ല. അദ്ദേഹം BCCIയുടെ സെക്രട്ടറി ആയത് അത് പരിവാർ പൊളിറ്റിക്സ് അല്ല, അത് ജയേഷയുടെ മിടുക്കുകൊണ്ടാണ്. അദ്ദേഹം ഭാരതത്തിന് വേണ്ടി എത്ര സെഞ്ചുറി അടിച്ചിട്ടുണ്ട് നമുക്കറിയാം, എത്ര വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്, എത്ര പേരെ ഔട്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാം. ഇതൊന്നും സ്വജനപക്ഷപാതമല്ല. ഇനിയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, 2 പ്രധാനപ്പെട്ട വിഷയം ഞാൻ ഇനി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ പോവുകയാണ്. ഇത് വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പപ്പു ആണെന്നും മൊണ്ണയാണെന്നും ഇങ്ങനെ പ്രചരിപ്പിച്ച് കൊണ്ട് നടന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പരിവാർ പൊളിറ്റിക്സിൻ്റെ ഉപഭോക്താവാണ് എന്ന ആശയം ഏറ്റവും വെറുപ്പോടുകൂടെ ജനഹൃദയങ്ങളിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. രാഹുൽ ഗാന്ധിയുടെ കഴിവുകേട് എന്താണോ എന്നതിവിടെ പ്രശ്നമേ അല്ല. ഒരു രാഷ്ട്രീയമായ പ്രചരണത്തിന് ഖനം കൂട്ടേണ്ടതിന് രാഹുൽ ഗാന്ധി ഒരു മൊണ്ണയാകുക എന്നത് ആവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹം മൊണ്ണയായി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ രാജ്യത്ത് ആര് മിടുക്കനാണ്, ആര് മൊണ്ണയാണ് എന്ന് ആ വ്യക്തിയുടെ കഴിവോ ആ വ്യക്തിയുടെ പ്രത്യേകമായ താലന്തുകളോ അല്ല തീരുമാനിക്കുന്നത്, മറ്റാരുമാണ് തീരുമാനിക്കുന്നത്. ഇത് ഞാനും കുറേ അനുഭവിച്ചതാണ്. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായപ്പോൾ നിയമം അനുശാസിക്കുന്ന ആനുകൂല്യം ക്രിസ്തീയ സമൂഹത്തിന് ലഭിക്കേണ്ടതിന് വേണ്ടി കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 50% ക്രിസ്ത്യൻ റിസർവേഷൻ കൊണ്ടുവന്നപ്പോൾ എനിക്കെതിരെ അഴിച്ചുവിട്ട സംഘടിതമായ ആക്രമണം, അതിൽ ആദ്യത്തെ പടി ഞാൻ വെറും മൊണ്ണയാണെന്ന് തെളിയിക്കുക എന്നതായിരുന്നു. അതിനു മുൻപ് 1973 വരെ ഞാൻ കോളേജിൽ പഠിപ്പിച്ച വ്യക്തിയാണ്. കോളേജിൽ പഠിപ്പിച്ച ഏത് ടീച്ചറിനെ താരതമ്യപ്പെടുത്തി നോക്കിയാലും എൻ്റെ അക്കാഡമിക് റെക്കോർഡ് മെച്ചമുള്ളതായിരുന്നു. എന്ന് മാത്രമല്ല, കോളേജിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും പ്രിൻസിപ്പൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ്. 20 പുസ്തകങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതൊന്നും ആരും ശ്രദ്ധിക്കുകയില്ല. മാത്രവുമല്ല, പൊതുരംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ ഞാൻ നൽകിയിരുന്നു. പലവിധമായ പ്രശ്നങ്ങളിൽ ഭാരതത്തും വിദേശത്തും വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ഇടയായിരുന്നു. ഞാൻ കോളേജിൽ വരുന്നതിന് മുൻപ് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലിൻ്റെ മെമ്പറും നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റസും സാലറിയും ഉള്ള ഒരു പദവി അലങ്കരിച്ച വ്യക്തിയാണ്. ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷൻ്റെ സ്ഥാപക വ്യക്തിയായിരുന്നു. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിൻ്റെ വൈസ് ചെയർമാനായിരുന്നു. ഇതൊന്നും വില പോകുകയില്ല. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ചരിത്രത്തിൽ എൻ്റെ അക്കാദമികമായും പൊതുവായുമുള്ള റെക്കോർഡിനെ കവച്ചു വെക്കുന്ന ആരും അവിടെ പ്രിൻസിപ്പലായിട്ടില്ല. എങ്കിലും മീഡിയ എന്നെ ചിത്രീകരിച്ചത് ഞാൻ ലോകത്തിലേക്കും വലിയ വിഡ്ഢിയാണെന്നും ഒരു കഴകത്തില്ലാത്തവനും, മാത്രവുമല്ല ഈ സ്ഥാപനത്തെ മുടിക്കുവാനായി അതിൻ്റെ അതിൻ്റെ വിദ്യാഭ്യാസ നിലവാരം തകർക്കാനായി ഇറങ്ങിത്തിരിച്ച ഒരു പോത്താണെന്നുമാണ്. എന്നെപ്പറ്റിയുള്ള പ്രചരണം രാവും പകലും നിരന്തരം നടത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിച്ച് അതിൽ കൂടെ എന്നെ അറിയുന്ന വ്യക്തികൾക്ക് എന്നോട് വളരെ വെറുപ്പായിരുന്നു. കാരണം ഇവൻ യാതൊരു അർഹതയുമില്ലാതെ എവിടുന്നോ നുഴഞ്ഞു കയറി വന്ന പുഴുവാണ് എന്നാണ് എന്നെപ്പറ്റി പല ആളുകളും ധരിച്ചത്. അപ്പോൾ മീഡിയയുടെ സഹായത്തോടുകൂടെ ചില സ്ഥാപിത താല്പര്യങ്ങളുടെ കുപ്രചരണത്താൽ ഒരു വ്യക്തി സഹിക്കേണ്ടി വരുന്ന അപമാനവും വിലയിടിവും എത്ര ഘോരമാണ് എന്ന അനുഭവത്തിൽ കൂടെ എനിക്ക് സാക്ഷീകരിക്കാൻ കഴിയും.
അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പറ്റിയുള്ള കുപ്രചരണത്തെ ആശ്രയിച്ച പല ആളുകളും ഈ നാട്ടിൽ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, രാഹുൽ ഗാന്ധിയെപ്പറ്റി അതേ അഭിപ്രായം വെച്ച് പുലർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്തുകൊണ്ട് അപ്രകാരമുള്ള അസത്യം മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പ്രചരണം രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഈ പരിവാർ രാഷ്ട്രീയം അല്ലെങ്കിൽ ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് കൊണ്ട് മാത്രം നേതൃത്വ സ്ഥാനത്തേക്ക് വന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് യാതൊരു കഴിവുമില്ല, ഒരു മെൻ്റലി റിട്ടാർഡഡ് ആളായിട്ടാണ് അദ്ദേഹത്തെ, മാനസികമായി വേണ്ട ബുദ്ധി വളർച്ചയില്ലാത്തൊരു വ്യക്തിയെ പോലെയാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചത്. എന്നാൽ ഇതേ വഴിയിൽ കൂടെ വന്ന ആളുകൾ, ഇപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ മാധവറാവ് സിന്ധ്യയുടെ മകനാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിൽ പെട്ടെന്ന് വലിയ ഒരു സീറ്റ് കിട്ടിയതെന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത്. അതുപോലെ തന്നെ നവീൻ ജിൻഡൽ, ഇപ്പോൾ BJP കൂട്ടുപിടിച്ചിരിക്കുന്ന ജനതാദൾ യുണൈറ്റഡിൻ്റെ തലതൊട്ടപ്പന്മാരുടെ ആ കുടുംബത്തിലെ ആളുകൾ മുഴുവനും, അതൊന്നും ഒരു പ്രശ്നമല്ല. ഒറ്റ വ്യക്തി മാത്രം, കുടുംബം വലുതായതുകൊണ്ട് അർഹിക്കാത്ത അവസരം കിട്ടി. ഇതാണ് ഈ ഒരു ആരോപണത്തിൻ്റെ അന്തസത്ത എന്ന് നമുക്കറിയാം. എന്നാൽ ഈ ഒരു ആരോപണം ഇപ്പോൾ മാധ്യമത്തിൽ വിളങ്ങി നിൽക്കുന്ന പ്രജ്വൽ രേവണ്ണ പോലെയുള്ള സ്ത്രീ പീഡന വിദഗ്ധന്മാരെ പറ്റി ആരോപിക്കാറില്ല. അതെന്തുകൊണ്ടാണെന്ന് മാത്രം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ പോവുകയാണ്. പ്രജ്വൽ രേവണ്ണ HT ദേവഗൗഡ എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയുടെ കൊച്ചുമകനും അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകനുമാണ്. അങ്ങനെയാണ് പ്രജ്വലിന് രാഷ്ട്രീയത്തിൽ ഒരു ഇരിപ്പിടമുണ്ടായത് എന്ന് പ്രത്യേകിച്ച് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അങ്ങനെ വരുന്ന ആളുകൾ BJPയോട് സഹകരിച്ചാണെങ്കിൽ, അവർക്ക് ഗുണം വരുന്ന വിധത്തിലാണെങ്കിൽ, അത് ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് അല്ല, അത് നല്ല മേന്മയേറിയ പൊളിറ്റിക്സാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഈ നെഹ്റു ഫാമിലി കുടുംബത്തിലായതുകൊണ്ട് അതൊരു വലിയ നാണക്കേടാണ്. ഈ ഒരു യുക്തി ഈ നാട്ടിലെ അനേകം ആളുകളെ കൊണ്ട് രാവും പകലും ആവർത്തിച്ച് അവരെ കൊണ്ട് വിഴുങ്ങിച്ചു. അതെന്തുകൊണ്ടാണെന്ന് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളതിനെപ്പറ്റി ചിന്തിക്കണം. ഇപ്പോൾ ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധി നെഹ്റു ഗാന്ധി പരിവാർ ആ ഒരു കുടുംബ പാരമ്പര്യത്തിൽ വളർത്തപ്പെട്ട വ്യക്തിയാണ്. ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിൻ്റെ മകളായ ഇന്ദിരാഗാന്ധിയുടെ മൂത്ത മകനായ രാഹുൽ ഗാന്ധിയുടെ മൂത്ത മകനായ, 2 മക്കളിൽ മൂത്തവനായ രാഹുൽ ഗാന്ധി, രാജീവ് ഗാന്ധിയുടെ 2 മക്കളിൽ മൂത്തവനായ രാഹുൽ ഗാന്ധി. അപ്പോൾ ഇതാണ് ആ പരിവാർ. അതുപോലെയാണ് പ്രജ്വൽ രേവണ്ണ. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രാഹുൽ ഗാന്ധി നെഹ്റു ഗാന്ധി പരിവാറിൻ്റെ അല്ലെങ്കിൽ ആ കുടുംബ പാരമ്പര്യത്തിൻ്റെ മഹിമ ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇങ്ങനെ 200 സ്ത്രീകളെ പീഡിപ്പിച്ചെന്നോ അല്ലെങ്കിൽ മോഷ്ടിച്ചെന്നോ ആരെങ്കിലും കയറി കടിച്ചെന്നോ അടിച്ചെന്നോ പുലഭ്യം പറഞ്ഞെന്നോ ഒരു ആരോപണവുമില്ല. അദ്ദേഹത്തിനെതിരെ വലിയ കുറ്റാരോപണം ഉണ്ടാക്കുവാൻ നന്നേ പരിശ്രമിച്ചു. ED അദ്ദേഹത്തെ 55 മണിക്കൂർ ചോദ്യം ചെയ്തു. എന്നിട്ട് വലുതായിട്ടൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. വെറും കൈയോടെ പോകേണ്ടി വന്നു. അങ്ങനെയുള്ള വ്യക്തി ആ ഒരു വലിയ കുടുംബ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഒരു പ്രശ്നമാണ്. പ്രജ്വൽ എന്ന് പറയുന്ന മഹാനോ HT ദേവഗൗഡയുടെ ആ പാരമ്പര്യത്തെ ചില സ്ത്രീകളുടെ മുമ്പിൽ അടിയറ വെച്ച് അവരുടെ ഇക്ലി കൊണ്ട് അദ്ദേഹം കഴിയുമ്പോൾ, അദ്ദേഹം എന്ത് ചെയ്താലും, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വലിയ കസേര കിട്ടിയാലും അത് പരിവാർ രാഷ്ട്രീയമല്ല, അത് ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് അല്ല. കാരണം ദേവഗൗഡയുടെ പാരമ്പര്യം ഇവൻ നശിപ്പിച്ചു, കുളം തോണ്ടി, അതുകൊണ്ടത് പാരമ്പര്യമല്ല.
ഇതാണ് ഇന്നത്തെ ലോജിക്ക് എന്ന് മനസ്സിലാക്കുക. ഇത് വിചിത്രമല്ലേ? ഇപ്പോൾ രാഹുൽ ഗാന്ധി, നെഹ്റു ഗാന്ധി ആ പാരമ്പര്യത്തിൻ്റെ മഹിമ കാത്തു സൂക്ഷിക്കാതെ കണ്ടമാനം നടന്നിരുന്നെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു. അദ്ദേഹം ഒരു മഹനീയമായ രാഷ്ട്രീയ ദർശനത്തെ അനുധാവനം ചെയ്തുകൊണ്ട് ഈ ഭാരതത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യാശയും ആശ്വാസവുമായി ഇന്ന് വളർന്നു വരുന്നതിനുള്ള തലവേദനയാണ്. നന്മ കാണുമ്പോൾ ചിലർക്ക് ഭ്രാന്ത് പിടിക്കും എന്നത് വളരെ പ്രകടമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇത് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഡൈനാസ്റ്റിക് പൊളിറ്റിക്സിൻ്റെ തന്നെ അതിൻ്റെ ലോജിക്കിൻ്റെ മറ്റൊരു വശമുണ്ട്, ആരും പറയാത്തൊരു വശമുണ്ട്. നിങ്ങൾ നമ്മുടെ നാട്ടിൽ സഹസ്രാബ്ദങ്ങളായി സ്ഥിതി ചെയ്തിട്ടുള്ള കാസ്റ്റ് സിസ്റ്റത്തെ ഒന്ന് പരിഗണിച്ച് നോക്കൂ. ഈ കാസ്റ്റ് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ലോകത്തിൽ ഏറ്റവും സമർത്ഥമായി ഒരു വിധത്തിലും ആർക്കും മാറ്റാൻ കഴിയാത്ത വിധത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള, ഏറ്റവും മനുഷ്യത്വത്തെ അടിച്ചമർത്തി വ്യക്തികൾക്ക് നീതി നിരാകരിച്ചുകൊണ്ട് എന്നേക്കുമായി നിലനിൽക്കുവാൻ പര്യാപ്തമായ എന്തെങ്കിലും ഒരു സിസ്റ്റം ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് കാസ്റ്റ് സിസ്റ്റമാണെന്ന് അതിനെപ്പറ്റി വ്യക്തമായി പഠിച്ച സോഷ്യോളജിസ്റ്റായിരുന്ന മാക്സ് വെയ്ബർ, അദ്ദേഹത്തിൻ്റെ പുസ്തകം ദ റിലിജിയൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ വളരെ സമർത്ഥമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കഴിയുമെങ്കിൽ ആ പുസ്തകം വാങ്ങിച്ച് വായിക്കുക. ദ റിലിജിയൻ ഓഫ് ഇന്ത്യ ബൈ മാക്സ് വെയ്ബർ. ഈ കാസ്റ്റ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഈ ഭാരതത്തിൽ കോടിക്കണക്കിന് ആളുകൾ അവർണ്ണനീയമായ നരകയാതനയിൽ ജീവിതങ്ങൾ പട്ടുപോയത് ഈ ദളിത് ആളുകളുടെ അവസ്ഥ എന്താണെന്ന് ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ. രോഹിത് വെമുല എന്ന് പറയുന്നൊരു യുവാവ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ വെച്ച് ആത്മഹത്യ ചെയ്ത പേര് നിങ്ങൾക്കറിയാം. രോഹിത് എഴുതിയ വളരെ ശ്രദ്ധേയമായ ഒരു മരണക്കുറിപ്പുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, എൻ്റെ ദുരന്തം എൻ്റെ ജനനമായിരുന്നു. മൈ ബർത്ത് വാസ് മൈ ട്രാജഡി. ഞാൻ മരിക്കാൻ നിർബന്ധിതനായി തീരുന്നത് ഞാൻ ജനിച്ചത് കൊണ്ടാണ്. അപ്പോൾ തലമുറയായി ജനകോടികൾ അവർ ജനിച്ചതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഈ വിവേചനവും അടിച്ചമർത്തലും ചൂഷണവും അപമാനവും അനീതിയും സഹിച്ചുകൊണ്ട് ഈ നാട്ടിൽ വസിച്ചതിൻ്റെ കാരണം കുടുംബമാണ്, പരിവാറാണ്. അവർ ജനിച്ചതിൻ്റെ പ്രത്യേകതയിലാണ്. അപ്പോൾ ആനുകൂല്യങ്ങൾ പ്രാപിച്ചാൽ അത് മോശം, പക്ഷേ അപമാനവും അനീതിയും സഹിക്കേണ്ടി വന്നാൽ അതേ മർമ്മത്തിൽ മാത്രം, അതിനെ മാത്രം ആശ്രയിച്ച് ചൂഷണവും അനീതിയും അടിമത്വവും അക്രമവും സഹിച്ച് ആജീവനാന്തം ജീവിക്കുവാൻ വിധിക്കപ്പെടേണ്ടി വന്നാൽ അതിന് കുഴപ്പമൊന്നുമില്ല. ആ ഒരു സിസ്റ്റത്തിന് മാറ്റം വരരുത്. അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, തെളിച്ചു പറഞ്ഞാൽ സംഘപരിവാറും ഉടലെടുത്തിട്ടുള്ളത് നമുക്കറിയാം. ഈ ഒരു പൊരുത്തക്കേട്, ഈ ഒരു പരസ്യമായ വിരോധാഭാസം ആരും പരാമർശിക്കുന്നില്ല എന്നതിനെപ്പറ്റി എനിക്ക് അതിശയമാണ്. ജനനത്തെ മാത്രം ആശ്രയമായി ഒരു വ്യക്തി നേട്ടങ്ങൾ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കൈപ്പറ്റുന്നതും ജനനത്തെ ജനന സംബന്ധമായ സാഹചര്യങ്ങളെ മാത്രം ആസ്പദമാക്കി ഒരു വ്യക്തി അടിമത്വത്തിലേക്കും ചൂഷണത്തിലേക്കും നിസ്സഹായതയിലേക്കും ചവിട്ടി താഴ്ത്തപ്പെടുന്നതും രണ്ടും ഒന്നാണ്. ആദ്യത്തേത് തെറ്റാണെങ്കിൽ രണ്ടാമത്തേതും തെറ്റാണ്. രണ്ടാമത്തേത് ശരിയാണെങ്കിൽ ആദ്യത്തേത് ശരിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് വ്യക്തതയുണ്ടാകണം. കാരണം ഇപ്പോൾ മനുഷ്യർ ചിന്തിക്കാനുള്ള ഒരു ചുമതല മറ്റാരെയോ ഏൽപ്പിച്ച് എന്നും സന്ധ്യയാകുമ്പോൾ ടെലിവിഷന് മുമ്പിൽ പോയിരുന്ന് അവിടെ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ അതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ, നീതിയുണ്ടോ,
ബുദ്ധിയുണ്ടോ, മനുഷ്യത്വമുണ്ടോ എന്ന് പോലും പരിഗണിക്കാൻ കൂട്ടാക്കാതെ അതുപോലെ വിഴുങ്ങി പിന്നെ കിട്ടുന്ന അവസരങ്ങളെല്ലാം അത് ഛർദ്ദിച്ച് നടക്കുന്ന ഒരു ലജ്ജാകരമായ ഒരവസ്ഥയിൽ നാം ആയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വസ്തുനിഷ്ഠമായി ചിന്തിക്കുക, ആരുടെയും സൈഡ് പിടിക്കാതെ, ആരോടും എതിർപ്പും വെറുപ്പുമില്ലാതെ, വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ, വിത്ത് മാലിസ് ടുവേർഡ്സ് നൺ ആൻഡ് ഗുഡ് വിൽ ടുവേർഡ്സ് ഓൾ, സത്യത്തെ മാത്രം അനുധാവനം ചെയ്തുകൊണ്ട് നമ്മുടെ മുൻപിൽ സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെ വസ്തുനിഷ്ഠ മനസ്സിലാക്കാൻ ഒരു ചുമതല നമുക്കില്ലേ? അത് മനുഷ്യജാതിയോട്, മനുഷ്യത്വത്തോട് നാം നിർവഹിക്കേണ്ട അടിസ്ഥാന കടമയാണ്. അതുകൊണ്ട് മാത്രമാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പരിഗണനയിൽപ്പെടുത്തുവാൻ ഞാൻ തത്രപ്പെടുന്നത്. അപ്പോൾ പരിവാർ പൊളിറ്റിക്സ് എന്നൊരു കാര്യമുണ്ട്. കാരണം നമ്മുടെ രാജ്യം അത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നല്ല കുടുംബത്തിൽ നീ ജനിച്ചില്ലെങ്കിൽ നീ പോക്കാണ്. പിന്നെ അപൂർവം ചില ആളുകൾ അവിടെ ഇവിടെയും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് തലപൊക്കി വരുന്നു. മഹാത്മാഗാന്ധി ഏതാണ്ട് 100 വർഷത്തിന് മുൻപ് പറഞ്ഞു, ഇന്ത്യ ഈസ് ഇൻ ഹെർ വില്ലേജസ് എന്ന് പറഞ്ഞു. ഇന്ത്യ യഥാർത്ഥത്തിൽ വസിക്കുന്നത് നമ്മുടെ ഗ്രാമങ്ങളിലാണ്. ഈ ഗ്രാമങ്ങളിൽ ആരാണ് വസിക്കുന്നത്? ബഹുഭൂരിപക്ഷം ആളുകളും ദളിത്സാണ്, തീണ്ടലുള്ളവരാണ്, നാളെപ്പറ്റി പ്രതീക്ഷ വെക്കുവാൻ അവകാശമില്ലാത്തവരാണ്, ഒരു തുണ്ട് ഭൂമി സ്വന്തമാക്കുവാൻ അവകാശമില്ലാത്തവരാണ്, കയ്യിൽ പണമുണ്ടെങ്കിലും ചെരുപ്പ് വാങ്ങിച്ച് അത് ധരിച്ചുകൊണ്ട് നടക്കുവാൻ ഇന്നും അവകാശമില്ലാത്തവരാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് പേരിടുവാനുള്ള അവകാശം ഇല്ലാത്തവരാണ്. അവന് എന്ത് പേരിടണമെന്ന് മറ്റാരെങ്കിലും ആയിരിക്കും തീരുമാനിക്കും. അതാണ് നമ്മുടെ യാഥാർത്ഥ്യം. ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഒരേ ഒരു വ്യക്തി ഇന്ന കുടുംബത്തിൽ നിന്ന് വന്നു, അദ്ദേഹത്തിന് ചില അംഗീകാരം കിട്ടി, അത് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അതേസമയം തന്നെ മോദി ചായവാല കുടുംബത്തിൽ നിന്ന് വന്നു, അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായ മേന്മയുണ്ടാകണം എന്ന് പറയുന്നതും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിരോധാഭാസം തന്നെയാണ്. ഇനിയും അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഈ പരിവാർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് അതിൻ്റെ ഒരു ഉപഭോക്താവാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ അത് ഒരു കൂടിപ്പോയൊരു അർത്ഥസത്യമാണ്. ആ അർത്ഥസത്യം കൊട്ടിഘോഷിക്കുമ്പോൾ മറച്ചു വയ്ക്കപ്പെടുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ്? ഇത് കേട്ടാൽ തോന്നും, ഇപ്പോൾ ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ രാജഭരണം നടന്ന കാലത്താണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പോഴും മോദി രാഹുൽ ഗാന്ധിയെ ഷെഹൻസ എന്ന് വിളിക്കുന്നത്. ഷെഹൻസ ഉറുദു പദമാണ്. രാജ്കുമാർ എന്ന് വിളിച്ചാൽ മതിയായിരുന്നു, പക്ഷേ അത് ഹിന്ദി ആയിപ്പോയി. ഷെഹൻസ എന്ന് തന്നെ വിളിക്കണം, കാരണം ഉറുദുവിൽ തന്നെ വിളിക്കണം. ഉറുദു മുസ്ലിങ്ങളുടെ ഭാഷയാണ്. അതുകൊണ്ട് ആ ഒരു കളർ ചേർത്ത് വിളിക്കണം. അത് മിടുക്കാണ്, അത് നല്ലതാണ്. വർഗീയത എവിടെയൊക്കെ പുരട്ടാമോ അവിടെയൊക്കെ പുരട്ടുന്നത് നല്ലതാണ്, അത് മിടുക്കാണ്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഒരു ഇലക്ഷനും ഫൈറ്റ് ചെയ്യാതെ, പങ്കെടുക്കാതെ നേരെ പാർലമെൻറ്റിൽ കയറിയിരുന്നു എന്ന സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. അത് യാതൊരു വിധത്തിലും അധ്വാനിക്കാതെ, ഒരു വിരലനക്കാതെ, ഇന്ന കുടുംബത്തിൽ ജനിച്ചു അതുകൊണ്ട് ഞാൻ പാർലമെൻറ്റിൽ നേരെ പോയിരുന്നു എന്നാണ് പറയുന്നത്. അതിലെത്രമാത്രം അർത്ഥമുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഈ ഒരു വ്യക്തി അവൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ടോ ഇല്ലയോ? രാഹുൽ ഗാന്ധിക്ക് കഴിവില്ല എങ്കിൽ പിന്നെ അദ്ദേഹത്തെ പേടിക്കുന്നത് എന്തിനാണ്? അദ്ദേഹത്തെ താറടിക്കാനായിട്ട് ഇത്രമാത്രം തത്രപ്പെടുന്നത് എന്തിനാണ്? രാഹുൽ ഗാന്ധി എങ്ങോട്ട് നോക്കുന്നു, എന്തു ചെയ്യുന്നു, എവിടെ ഇരിക്കുന്നു, എവിടെ നോക്കുന്നു, ആരോടെങ്കിലും കരുണയോ അനുകമ്പയോ കാണിക്കുന്നുണ്ടോ? ഇതൊക്കെ ഇത്ര വിറയലോട് ശ്രദ്ധിക്കേണ്ട ആവശ്യം എന്താണ്? മൊണ്ണയാണെങ്കിൽ മൊണ്ണയായിട്ട് വിട്ടുകൂടെ? പപ്പു ആണെങ്കിൽ പപ്പുമായിട്ട് ഉപേക്ഷിച്ചുകൂടെ? പിന്നെ എന്താണ് ഇത്ര തലവേദന? ഇതെല്ലാം ഈ നാട്ടിലെ ജനം മനസ്സിലാക്കുന്നുണ്ട്, മനസ്സിലാക്കി തുടങ്ങി. അതുകൊണ്ട് ഇനിയും അങ്ങോട്ട് ഈ ഒരു പാട്ട് പാടിയാൽ അധികം മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല എന്ന ഒരു എളിയ ചിന്ത എനിക്കുണ്ട്. അത് നിങ്ങളുമായി അല്പം ഒന്ന് പങ്കിട്ടുവെന്ന് മാത്രം. ഏവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.